Assalamualaikum. Welcome to this Peppercandy. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ലെൻറ്റിൽ ഫ്രിട്ടേഴ്സ് ആണ്. പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, നമ്മുടെ ഉഴുന്നുവട തന്നെയാണ് കേട്ടോ. പക്ഷേ ഷേപ്പ് കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ പേരൊന്ന് ചെറുതായിട്ട് മാറ്റിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ എന്തെങ്കിലും ടെക്നിക്ക് അറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് മെൻഷൻ ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ ഏകദേശം 1 കപ്പ് ഉഴുന്ന് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ചോറില്ലേ അതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഒരു നല്ല ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല മയത്തിൽ അരച്ചെടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ റവയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയാണ്. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഇത് നന്നായി നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല എയറൊക്കെ കയറാൻ വേണ്ടിയാട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നമ്മൾ വടയിൽ ചേർക്കാറുള്ള സാധാരണ നിങ്ങൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് അതൊക്കെ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, പിന്നെ ഒരൽപ്പം ഇഞ്ചി ചോപ്പ് ചെയ്തത്, കായപ്പൊടി, പിന്നെ പെപ്പർകോൺസ്, കറിവേപ്പില കൂടെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ എൻ്റെ കറിവേപ്പില തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ വടയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഞാനിവിടെ ചെറിയ സ്പൂണിലൊന്ന് കോരി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. വടയുടെ ഷേപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഷെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ് വീഡിയോ. പക്ഷേ ടേസ്റ്റ് കറക്റ്റ് ഉഴുന്നുവടയുടെ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ഷേപ്പിലൊക്കെ വന്നിരിക്കുന്നല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അങ്ങനെ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചൂട് ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ഉഴുന്നുവട അഥവാ ലെൻറ്റിൽ ഫ്രിട്ടേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നോമ്പിന് നിങ്ങളിതല്ലേ ഉണ്ടാക്കുന്നത്, വേഗം പോയി ഉഴുന്ന് വെള്ളത്തിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും അതിൻ്റെ ഒപ്പം തന്നെ ഉഴുന്നുവട എങ്ങനെ ഷേപ്പിൽ ഉണ്ടാക്കുന്നതെന്നുള്ള കമൻറ്റും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ അനദർ വീഡിയോ. ബൈ.